നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എമിലിയാനോ മാർട്ടിനസ് എങ്ങോട്ട്? അദ്ദേഹം ആസ്റ്റൺ വില്ല വിട്ടു പോവുകയാണെന്ന് കഴിഞ്ഞ മെയ്യിലെ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. കണ്ണീരോടുകൂടി വിടവാങ്ങലൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആസ്റ്റൺ വില്ലയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. 2028 വരെ കോൺട്രാക്റ്റ് ഉള്ളയാളാണ്. പക്ഷേ ഇനി അവിടെ കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അവിടെ വിട്ടു പോകുമ്പോൾ എങ്ങോട്ടെന്ന ചോദ്യമുണ്ടല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിനായിട്ടൊരു ലോൺ പ്രപ്പോസൽ അയച്ചു. ഇമ്മീഡിയറ്റ്ലി ആ ഓഫർ നിരസിച്ചു ആസ്റ്റൺ വില്ല. അവർക്ക് എമി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ക്യാഷിന് വിൽക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതാ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന് വേണ്ടി സൗദി ക്ലബ്ബുകൾ രംഗത്തുണ്ട്. അദ്ദേഹം അതിൽ ടെംപ്റ്റഡ് ആയിരിക്കുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് റിച്ചി മിൽസാണ്. അദ്ദേഹം goal.com എഴുതിയിട്ടുള്ള ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് suffer Emiliano Martinez blow as Argentine goalkeeper becomes tempted by Saudi Arabia move after Old Trafford transfer stand still എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വാർത്ത കൊടുക്കുന്നത്. അതിൽ മറ്റു പലരെയും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിലെടുത്ത് പറയുന്ന കാര്യം, സൗദി പ്രോ ലീഗിലെ ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി ഓഫറുമായിട്ട് രംഗത്തുണ്ട്. അതിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് ട്രാൻസ്ഫർ ആവാനുള്ള പോസിബിലിറ്റി കൂടിയിട്ടുണ്ട്. നേരത്തെ 32-കാരനായിട്ടുള്ള താരം സൗദിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓഫറുകൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അർജന്റീൻ ദേശീയ ടീമിന് ഒരു ലോവർ ലീഗിലേക്ക്, അടുത്ത വർഷം വേൾഡ് കപ്പ് നടക്കാൻ പോകുമ്പോൾ ഒരു ലോവർ ലീഗിലേക്ക് എമി മാർട്ടിനസ് ട്രാൻസ്ഫർ ആകുന്നതിൽ വലിയ താല്പര്യമില്ല എന്നുകൂടി goal.comൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാലും നിലവിലൊരു സാഹചര്യത്തിൽ മറ്റ് അട്രാക്റ്റീവായിട്ടുള്ള ഓഫറുകൾ വരാത്ത ഈ ഘട്ടത്തിൽ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇനിയും ഫൈനൽ തീരുമാനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. എമി മാർട്ടിനസ് എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല. പ്രീമിയർ ലീഗ് തുടങ്ങാൻ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 16 പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് മത്സരമുള്ളത്. അതിനു മുമ്പ് മറ്റു പല ക്ലബ്ബുകളും അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ടെന്ന വാർത്തകളുണ്ടായിരുന്നെങ്കിലും ഒന്നും ഒരു ക്ലിയർ കട്ട് ഓഫറായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടേയില്ല. അപ്പോൾ സൗദി പോസിബിലിറ്റി കൂടുതൽ വർദ്ധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.